കസേരയിൽ ഇരുത്തിയത് മാത്രമല്ല, ആ കസേര കിട്ടാൻ വേണ്ടി ആ സ്റ്റേജിൽ ആ മനുഷ്യന് കോട്ട് വിട്ടുകൊണ്ട് 10 മിനിറ്റിലധികം അവിടെ നിന്നു. സ്റ്റേജിൽ വേറെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കുകയാണ്. അപ്പൊ 10 മിനിറ്റ് പിണറായി വിജയനെ പോലെ ഒരാളെ സ്റ്റേജിൽ നിർത്താൻ കഴിയും. വികസിതമായ അമേരിക്കയെക്കാളും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്നത്. ഇരുമ്പ് കസേരയിൽ ഇരുത്താനൊക്കെ സാധിക്കുന്നത് അമേരിക്കൻ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ. കേരളം നമ്മളൊക്കെ ഒരു 30 വർഷം 40 വർഷം മുമ്പും അന്ന് കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാളും വളരെ മുന്നിൽ നിന്ന സംസ്ഥാനങ്ങളാണ്. ഇത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ കേരളത്തെക്കാളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കർണാടകയുടെയും തമിഴ്നാടിന്റെയും ഒക്കെ റിസോഴ്സസും അവരുടെ വികസനവും എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരു പ്രശ്നവും ഇല്ല, കാരണം ഞങ്ങൾക്ക് ഒരു അച്ഛനുണ്ട്, പിണറായി വിജയൻ ഒരു വളരെ താത്വികമായിട്ട് തന്നെ നുണപ്രചരണം നടത്താനുള്ള മിഷനറി ഈ പാർട്ടിക്ക് ഇടതുപക്ഷത്തിനുള്ളത് കൊണ്ട് PR വർക്സ് അവരുടെ ഒരു മുഖം കാണിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പൊ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ്, നികേഷിനെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയാണ് PR. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ എത്ര ഭാഗമാണ്, അതായത് ഈ 80-85% ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമായിട്ട് പോവുകയാണ്. വെറും 500 രൂപയുടെ ഒരു കിറ്റ് കൊടുത്തിട്ടാണ് അധികാരത്തിൽ വന്നത്. ലോകത്ത് ഒരിടത്തും വിജയിക്കാത്ത ഒരാശയമാണ് സാധാരണ ഒരാൾക്ക് ജീവിക്കണ 25 തൊട്ട് 50,000 രൂപ വരെ ഇല്ലാതെ. കാരണം അതുപോലെ ഒരു വിലക്കയറ്റമാണ് അവിടെ. കേരളത്തിന്റെ ആ വികസന പാത ഒരു 20 വർഷത്തെ ഇവർ പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മന്ത്രി വീണയെ വിട്ടു കളഞ്ഞതിൽ എനിക്കൊരു വിഷമമുണ്ട്. ഈ സർക്കാരിന്റെ പൈസ പാവപ്പെട്ടവന്റെ പൈസയാണ്. അവർ അമേരിക്കയിൽ ചികിത്സിക്കാൻ പോകുന്നു, ലണ്ടനിൽ ചികിത്സിക്കാൻ പോകുന്നു. പാവപ്പെട്ടവന് വീണ്ടും കുമ്പിളിൽ തന്നെ കഴിയും. പക്ഷെ ഭരണമില്ലാതെ PR വർക്ക് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പ്രവാസിയാണോ? നാട്ടിലെ കാര്യങ്ങളോടത്ത് പ്രയാസപ്പെടുന്നുണ്ടോ? വിഷമിക്കണ്ട. ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസി ചെയ്തു തരും. കാർ റെന്റൽ, ഡ്രൈവർ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, എയർ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, നോട്ടറി അറ്റസ്റ്റേഷൻ, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, പ്രോപ്പർട്ടി ടാക്സ് പേയ്മെന്റ്, ബേസിക് ലാൻഡ് ടാക്സ് പേയ്മെന്റ്, പ്രോപ്പർട്ടി ഫെൻസിംഗ്, പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ്, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, മണി ട്രാൻസ്ഫറിംഗ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം. നിങ്ങളുടെ ആവശ്യം അതെന്തുമാകട്ടെ, ഞങ്ങളുടെ 24x7 കസ്റ്റമർ കെയറിൽ വിളിക്കുക. samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടൂർ ഭാസിയും ലത, രാജു, അമ്പിളി എന്നിവരൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ആഭിജാതി എന്നും പറഞ്ഞിട്ട്. അതിലൊരു പാട്ടുണ്ട്. അതാണ് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക് കണ്ടപ്പോ. ആ പാട്ട് ഇങ്ങനെയാണ്: തള്ളു 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 പന്നാസ് വണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട്. ഇത് ഞാൻ എന്താ ഈ പാട്ടിന്റെ ഈ വരികൾ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ കേരളത്തിന്റെ സർക്കാർ, നമ്മുടെ പിണറായി വിജയൻ സർക്കാർ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ശ്വാസം കുറച്ച് കുറഞ്ഞപ്പോഴത്തേനും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാരും കൂടെ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ പനാസ് വണ്ടി ഇങ്ങനെ തള്ളോട് തള്ളാണ്. അത് PR തള്ളാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാനൊരു ഇത് വായിച്ചത്, എവിടെയോ വായിച്ചതാണ്, പാളുന്ന PR എന്ന് പറഞ്ഞിട്ട്. അത് ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് നമ്മൾ കുറെ പാളുന്ന PR-കൾ നമ്മൾ എല്ലാരും കണ്ടു. ഇതിന്റെ മുന്നോടിയായിട്ട് കുറെ പാളിയ PR-കൾ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇതിപ്പോ എല്ലാവരും കണ്ട പാളിയ PR-കളാണ്. ഗോവിന്ദ മാഷിന്റേത്, ശൈലജ ടീച്ചറിന്റേത്, ഇനിയിപ്പോ ലിസ്റ്റുകൾ കുറെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇത് നമുക്ക് നേരത്തെ നടന്ന കുറെ പാളിപ്പോയ PR-കളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളത്. ലണ്ടനിൽ നടന്ന PR, ന്യൂയോർക്കിൽ നടന്ന PR. എന്താണ് ജിൻസെ, ഓർമ്മയുണ്ടോ എന്തെങ്കിലുമൊക്കെ? എന്താണ് പറയാനുള്ളത് ജിൻസിന്? ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് ഭരണമില്ല, നമ്മള് ഇതിന്റെ ടൈറ്റിൽ പറയുന്ന പോലെ ഭരണമൊന്നുമില്ല, PR കൊണ്ട് മാത്രം ഒരു ഭരണം നടത്തിക്കൊണ്ട് ഉന്തിക്കൊണ്ട് പോകുന്ന ഒരു ഭരണമാണ് എന്നത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പം അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെയൊക്കെ അനുഭവം വെച്ചിട്ടും ആ രീതിയിൽ തന്നെ പറയാം. വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഭരണത്തെ നിർവചിക്കുകയാണെങ്കിൽ, ഇപ്പൊ നാട്ടില് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല, ഒരു കുടില് മാത്രം, ഒരു വീട് പോലും ഇല്ലാത്ത ഒരാൾക്ക് അവിടുത്തെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് വന്നിട്ട് പറയാണ്, ഞാനൊരു പണിയാ, നിനക്കൊരു 10 കോടി രൂപ വായ്പ തരാം, അതിൻ്റെ അകത്ത് 20% എനിക്ക് കമ്മീഷൻ തന്നെ, അതുകൊണ്ട് നിനക്ക് 2 കോടി ഞാൻ എടുക്കും, 8 കോടി നിനക്ക് തരാമെന്ന് പറഞ്ഞ് പുള്ളി അവൻ്റെ ഒരു 1.5 കോടി കൊണ്ട് ഒരു വീട് വെക്കുന്നു. ഒരു 50 ലക്ഷത്തിന്റെ 2-3 വണ്ടി മേടിച്ചു വിടുന്നു. അപ്പൊ ആയിരിക്കും ഒരു 10-50 ലക്ഷത്തിന്റെ സ്വർണം മേടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടെ വെച്ച് വളരെ ആഘോഷമായിട്ട് പുള്ളി എല്ലാ ദിവസവും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, 2 അനുജന്മാർക്ക് കള്ള് മേടിച്ചു കൊടുക്കുന്നു എന്ന് പറയും. വളരെ ആഘോഷമായിട്ട് പുള്ളിയുടെ ഭയങ്കരമായിട്ട്
നമ്മൾ ആ വ്യക്തിയെ ആലോചിച്ച് നോക്കി, എത്ര കറക്റ്റ് ആയിട്ടുള്ള വികസനമാണ് അയാൾക്ക് വന്നത്. അയാളുടെ ജീവിതത്തിൽ അയാൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സമ്പൽ സമൃദ്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആ സമ്പൽ സമൃദ്ധി അയാൾക്ക് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും? 2 വർഷം, അല്ലെങ്കിൽ 3 വർഷം, അല്ലെങ്കിൽ 4 വർഷം. 8 കോടി സ്വാഹയാകുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ആ ഒരു ആർഭാടവും തീരും എന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിന്റെ അവസ്ഥ ഇപ്പം. കാരണം ഭയങ്കര വികസനമാണ്. നമ്മൾ കേരളയിൽ കൊണ്ടുവന്നു, കെ ഫോൺ കൊണ്ടുവന്നു, അതെല്ലാം കൊണ്ടുവന്നു, ഈ സംഭവങ്ങൾ എല്ലാം കൊണ്ടുവന്നു. ഇപ്പം 1,60,000 കോടി ഇരുന്ന സാധനം ഇപ്പൊ 6 ലക്ഷം കോടി കടമായിട്ടുണ്ട്. ആ കടത്തിന് മതി ഈ കടം എടുത്തു വെച്ച് കാണിക്കുന്ന ജഗബോഗകളാണ് ഈ പറഞ്ഞ പരിപാടി. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളൊക്കെ നാട്ടില് കുറച്ച് ആർഭാടോ ഷോയോ എന്നൊക്കെ വെച്ച് കാണിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഈ 4 ലക്ഷം കോടി രൂപയുടെ പ്രയോജനം സാധാരണക്കാർക്കോ പാവപ്പെട്ടവർക്കോ അവരുടെ മനുഷ്യന്റെ ജീവിതത്തിലോ എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല. അതിഭയങ്കരമായ ദൂർത്താണ് ഈ PR വർക്ക് കൊണ്ട് നടക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് പറയണത് എന്ന് വെച്ചാൽ, ഈ ഭരണവുമായിട്ട് കഴിഞ്ഞ ഈ 2ാം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട്. അമേരിക്കയിലുള്ള $1.8 ബില്യൺ ഉള്ള ഒരു മലയാളി ലീഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്പ്രിംഗ്ലർ. അതിനെക്കുറിച്ചൊക്കെ ജെയിംസിന് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാൻ പറ്റും. ആ ഒരു കമ്പനി ഒക്കെ എങ്ങനെയുള്ള കമ്പനികളുമായിട്ടുള്ള ടൈപ്പ്, അതായത് മുതലാളിമാരുമായിട്ടുള്ള കൂട്ടുകെട്ട്. നമ്മളിതൊരു ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു തുടർഭരണം കിട്ടിയതാണ്. എന്നിട്ട് ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ പറയല്ലേ, ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു മാമാങ്കം നടക്കുന്നുണ്ട്. കാരണം നല്ലൊരു ആശയമാണ്, നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷേ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എത്ര വികലമായിട്ടൊരു പ്രോജക്റ്റ് നടത്താമെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോക കേരള സഭ. ലോക കേരള സഭയുടെ 2023 ന്യൂയോർക്കിൽ വെച്ച് നടത്തിയ നമ്മുടെ മുഖ്യമന്ത്രിയെ ഒരു ഇരുമ്പ് ബസയിൽ കൊണ്ടുവന്ന് അതിന്റെ സംഘാടകർ ഇരുത്തിയതും അതുമായിട്ട് ബന്ധപ്പെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി രൂപയാണ് അതിൻ്റെ അകത്ത് അവർ പിരിച്ചെടുത്തത്. അതിൻ്റെ അകത്ത് നടന്ന ഒരു അഴിമതി പോലെ ചുമ്മാ പേരിന് വേണ്ടി, ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടി ടൈംസ് സ്ക്വയറിൽ അത് ഫ്ലയർ അടിച്ചിറക്കുവാണ്. 2.5 ലക്ഷം ആൾക്കാരോട് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. 2.5 ലക്ഷം എന്ന് പോയിട്ട് 175 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്ക്വയർ ഒരു കമ്പിവേലി കെട്ടി തിരിച്ചിട്ട് ആണ് ഈ പരിപാടി നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ദിവസം, അതായത് 1200 പേർക്ക് ഇരിക്കാവുന്ന ബാങ്കറ്റ് ഹാളിൽ 250 പേരാണ് ഇരിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുകയും നമ്മുടെ ആൾക്കാരും നമ്മുടെ മാധ്യമപ്രവർത്തകരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ സമയത്ത് എല്ലാ ചാനലിലും നടന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടി മുടക്കുന്ന ദുർവ്യയം എന്ന് പറയുന്നത്, അതായത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാരിയറ്റ് മാർക്കീസ് എന്ന് പറയുന്ന നമ്മുടെ ന്യൂയോർക്കിലെ ഏറ്റവും നല്ലൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിലാണ് ഇവരെല്ലാവരും അനുചര വൃന്ദമെല്ലാം താമസിച്ചിരുന്ന. കാരണം 1-2 ഫ്ലോറുകൾ മുഴുവൻ ബുക്ക് ചെയ്തിട്ട് അവിടെ ആണ് ഈ നാട്ടിൽ നിന്ന് IASകാരും IPSകാരും. കാരണം ആഘോഷമാണല്ലോ. നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെന്നൊരു വാക്കില്ലാത്ത സംസ്ഥാനമാണ്. പാവപ്പെട്ടവർ എന്നൊരു വാക്ക് പോലും നമ്മുടെ ഡിക്ഷണറി ഇല്ലാത്ത വളരെ വികസിതമായ അമേരിക്കയെക്കാളും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ കേരളം എന്ന് പറഞ്ഞാൽ. അവിടുന്ന് ഒരു കെട്ടുപട ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് കിടക്കുന്നു. മാരിയറ്റ് മാർക്കസിന്റെ പീക്ക് ടൈമിൽ $1,500. നമ്മൾ പറയുവാണെങ്കിൽ ഇന്നത്തെ പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ വാടക. അപ്പൊ ഇതെല്ലാം അവിടുത്തെ പരിപാടികളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാണെങ്കിലും ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സംഘാടകർ വളരെ മിടുക്കരായിരുന്നതുകൊണ്ടും തന്നെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു $150,000 ഇപ്പൊ അടച്ചില്ലേ, നിങ്ങളൊക്കെ കെട്ടും പടയെല്ലാം ഊരാൻ പോവാന്നും പറഞ്ഞ് അവരെ എല്ലാവരും കൂടെ ഇറക്കി വിടാൻ തുടങ്ങി. ഇറക്കി വിടാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ രക്ഷകരായിട്ട് ഇവിടുത്തെ ഒരു നല്ല ബിസിനസ്സുകാരൻ അത് വന്നുകൊണ്ട് അദ്ദേഹം കാശ് കൊടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഈ അനുചരന്മാരെയും ഈ IASകാരെയും IPSകാരെയും മാരിയറ്റ് മാർക്കസിൽ നിന്ന് ആ ഹോട്ടലിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറക്കി വിടുമായിരുന്നു. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് ഇത് നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ അമേരിക്കൻ മലയാളികളെ ഉദ്ധരിക്കാൻ വേണ്ടിയാണല്ലോ കേരളത്തിലെ സർക്കാർ ഇവിടെ വന്ന് ഈ പരിപാടി നടത്തുന്നത്. ഒരു ഉദ്ധരിക്കാനുമല്ല. അമേരിക്കൻ മലയാളികൾക്ക് ആ കേരള സർക്കാരിന്റെ അങ്ങനെ ഒരു ഹെൽപ്പും ആവശ്യമില്ല. പക്ഷെ ഇവരുടെ ഈ ഭരണ നേട്ടമാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാനായിട്ട് ഈ PR വർക്കിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഈ പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഈ പാവങ്ങളുടെ ടാക്സ് മണിയിൽ നിന്ന് എടുക്കുന്ന പൈസ ഇവിടെ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കുന്നു. ഇവിടെ ഒരാൾ 1 കോടി രൂപ അല്ലെ 2 കോടി രൂപ നമ്മൾ മുടക്കുമ്പം അത് എവിടെയെങ്കിലും ഊരിയെടുക്കാനുള്ള ഒരു കച്ചവട തന്ത്രം ഉണ്ടല്ലോ. ലോകം മുഴുവനുള്ള മലയാളി ബിസിനസ്സുകാരൊക്കെ ഇവിടെ വന്നിരുന്നു. അവരൊക്കെ കൊടുത്തു, കുറേയൊക്കെ പൈസ അവിടെ കാളെടുത്തു. ആ കണക്കിന്റെ അകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്നത്തെ അവരിറക്കിയ ഫ്ലയറും അത് മുഴുവൻ തട്ടിപ്പായിരുന്നു. അതിനിടയ്ക്ക് അവർ കളക്ട് ചെയ്ത പൈസയുടെ കണക്ക് ചുമ്മാ ബേസിക് ഈ കണക്കിന്റെ 5000 രൂപയ്ക്ക് മുകളിലുള്ള, ഇവിടെ മൊത്തം നടന്നത് ഏതാണ്ട് 3.5 കോടി രൂപ 4 കോടി രൂപയുടെയാണ്. ബാക്കിയുള്ള ചെലവുകളെല്ലാം ഒഴിച്ചിട്ട് ഇവിടുത്തെ ഒരു പരിപാടിയുടെ മാത്രം കേട്ടോ. അതിന് പോലും കളക്ട് ചെയ്ത പൈസയുടെ കണക്ക് പോലും വലിയ തട്ടിപ്പായിരുന്നു. ആ കണക്ക് വന്നതിന്റെ അകത്ത് എന്ന് വെച്ചാൽ 5000-ന് മേളിലേക്കുള്ള എമൗണ്ട് $5000 കേട്ടോ. അപ്പൊ 4 ലക്ഷം രൂപയോളം വരും. അത്രയും മേളിലേക്കുള്ള പൈസ മാത്രമേ ഇവർ കണക്കി കാണിച്ചിട്ടുള്ളൂ.
ആ കണക്കിൽ തന്നെ മുഴുവൻ ഒരു കള്ളക്കണക്കായിരുന്നു. ഈ പൈസയ്ക്ക് മുകളിൽ അതിന് താഴെയിട്ട് കൊടുത്ത ഇഷ്ടംപടി ആൾക്കാരുണ്ട്. നമുക്കറിയാം, നമുക്ക് ഒത്തിരി ആൾക്കാരറിയാം ഈ 500, 1000 ഒക്കെ കൊടുത്തതാണ്. കാരണം ഇടതുപക്ഷ അനുഭവമുള്ള ഒരു കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് ഈ പരിപാടി വളരെ വിജയകരമായി പോകണമെന്നുണ്ട്. അത് ഒരു വലിയ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നേരായി ഒരു ഭരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സർക്കാർ ചെയ്യേണ്ട പണിയല്ല. അതുപോലെ തന്നെയാണ് അതിന് ഒരു വർഷം മുമ്പ് പിന്നെ നമ്മുടെ കിബി എന്ന് പറഞ്ഞ ഒരു സംവിധാനം അറിയാലോ, മറ്റൊരു വലിയൊരു സർക്കാരിന്റെ ഒരു വലിയ തട്ടിപ്പ് പരിപാടിയാണ്. അതുകൊണ്ട് കടം എങ്ങനെ മേടിച്ചു കൂട്ടുക എന്നുള്ളത് വെച്ചിട്ട് ആ ഒരു പരിപാടി ലണ്ടനിൽ, അതായത് മുതലാളിത്തത്തിന്റെ തറവാടായ ലണ്ടനിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കാനായിട്ട് കോടികളാണ്. അതിനകത്ത് ഇന്ന് ഏറ്റവും ഈ കെ എബ്രഹാം എന്ന് പറയുന്ന ഒരു IAS കാരന്റെ പേര് വന്ന് വളരെ കൃത്യമായിട്ട്, അദ്ദേഹം ഭരണപരിചയത്തിലും അത് കഴിവിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് നല്ല ഒരു മാർക്കുള്ളൊരു ആളാണ്. പക്ഷെ അദ്ദേഹമാണ് ഈ പരിപാടി മുഴുവൻ അന്ന് ഓപ്പറേറ്റ് ചെയ്തത്. കോടികളാണ് അവിടെയും കൊണ്ട് ഈ സർക്കാരിന്റെ പൈസ കൊണ്ട്. ഇത് പക്ഷേ ഈ പൈസ കൊണ്ട് ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടി, ഇത് ആരുടെ പൈസയാണ് എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് നമുക്കറിയാം, കേരളം നമ്മളൊക്കെ ഒരു 30 വർഷം 40 വർഷം മുമ്പും അന്ന് കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാളും വളരെ മുന്നിൽ നിന്ന സംസ്ഥാനങ്ങളാണ്. ഇത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ കേരളത്തെക്കാളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കർണാടകയുടെയും തമിഴ്നാടിന്റെയും ഒക്കെ റിസോഴ്സസും അവരുടെ വികസനവും എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മളിപ്പോഴും അവിടെ ഒരു പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രവാസികളാണ്, എന്തെല്ലാം ബിസിനസ് ചെയ്യാനായിട്ട് എന്തെല്ലാം പരിപാടികളാണ് അവര് അതിനെയൊക്കെ ഇപ്പോഴും ഈ കുറെ ചുവന്ന കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് ചില കാപാലികന്മാര് ഒരു കച്ചവടം ആ നാടെന്ന് പറഞ്ഞ നാട്ടിൽ പറയാ. എന്നിട്ട് അതിനൊക്കെ ഈ വികസനം ഉണ്ടാകുന്ന ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബാങ്ക് കൊടുക്കുന്ന 8 കോടി രൂപ എങ്ങനെ ചെലവാക്കാം എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഭരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ PR കൊണ്ട് ഭരണത്തിന്റെ ബേസിക് ആയിട്ടുള്ള, കാരണം ഇവർ വളരെ പാർഷ്യലാണ്. ആ പാർഷ്യലായിട്ടിരിക്കുന്ന ഒരു കുറച്ച് ആൾക്കാർ, ഒരു നമ്മൾ പറയുന്ന ഒരു ക്രീമി ലെയർ, ആ ക്രീമി ലെയറിന് മാത്രം പ്രയോജനം കിട്ടുന്ന കുറെ നേതാക്കന്മാര്, അവരുടെ ഭാര്യമാർക്ക് ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലികള്, ഇതൊക്കെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അതിനെയെല്ലാം നമ്മൾ അമേരിക്കയിൽ നിന്ന് അവിടുന്ന് PPE കിറ്റിന് വേണ്ടി ഓർഡർ ചെയ്തു എന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ നമ്മുടെ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാർക്കൊക്കെ. ആ ഒരു ഉളുപ്പില്ലായ്മയുടെ ഏറ്റവും നല്ല മുഖമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വിധത്തിലും ഈ കേരളത്തെ നശിപ്പിച്ച് മുടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രം നടപ്പിലാക്കിക്കൊണ്ട് ഭരണം നടത്തി എന്ന് പറഞ്ഞ്, പിന്നെ നുണപ്രചരണം എന്ന് പറഞ്ഞാൽ ഒരു വളരെ താത്വികമായിട്ട് തന്നെ നുണപ്രചരണം നടത്താനുള്ള മിഷനറി ഈ പാർട്ടിക്ക് ഇടതുപക്ഷത്തിനുള്ളത് കൊണ്ട് അതിനെയൊക്കെ കവർ ചെയ്ത് വീണ്ടും 3ാം ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് ഈ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ജിൻസ് പറഞ്ഞതുപോലെ ഈ ഒരു PR വർക്കും അല്ലെങ്കിൽ തള്ളും ഒക്കെ കൊണ്ടാണ് അവര് രണ്ടാമതും ഭരണത്തിലേക്ക് വന്നത്. പക്ഷെ ഇന്ന് ഈ തള്ളിൽ വീഴുന്ന ആൾക്കാരുടെ കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ കുറെ തള്ളുകളൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ട്രെൻഡ് കാണാനില്ല. ഇപ്പൊ വീണ്ടും ഈ PR വർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഇതിലേക്ക് വീണ്ടും ആളുകൾ തിരിച്ച് വീണ്ടും ഒരു ഭരണം എടുക്കാമെന്ന് അവരുടെ വിശ്വാസം ജനങ്ങൾ അതിലേക്ക് വീഴുമെന്ന് തോന്നുന്നുണ്ടോ ജെയിംസ് ചേട്ടന്? അല്ല, ഈ PR വർക്ക്സ് ഒരു ജിൻസൺ പറഞ്ഞതുപോലെ ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല കോമഡി ഷോ ഈ ഗവൺമെന്റിന്റെ PR വർക്ക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത്രയും തമാശകള് ഇപ്പൊ രമേശ് പിഷാരടിയെ പോലെയൊക്കെ ഉള്ളവര് എത്രയോ തലപുകഞ്ഞ് ആലോചിച്ചുണ്ടാക്കുന്ന തമാശകളെക്കാൾ നമ്മളെ ചിരിപ്പിക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ PR വർക്ക്സുമായിട്ട്. ഞാൻ അങ്ങനെയുള്ള 1-2 PR വർക്ക്സിന്റെ രസകരമായ കാര്യങ്ങളിലേക്ക് വേണമെങ്കിൽ ഞാൻ വരാം. പക്ഷെ അതിനു മുമ്പ് ജിൻസൺ ഇവിടെ സൂചിപ്പിച്ച മറ്റേ ലോക കേരള സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അമേരിക്കയിലുണ്ടായ ധൂർത്തും മറ്റേ ടൈം സ്ക്വയറിലെ പിണറായി വിജയൻ ഇരുമ്പ് കസേരയിലിരുന്ന സംഭവമൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും ഞാൻ പറഞ്ഞാല് അക്കാര്യത്തില് അമേരിക്കൻ മലയാളികളോട് എനിക്ക് വളരെയധികം അഭിമാനം തോന്നിയൊരു സംഭവമാണ്. കാരണം പിണറായി വിജയനെ പോലെ ഒരു മനുഷ്യന് അദ്ദേഹത്തിന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മൈക്ക് കേടായാൽ പോയി മൈക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോലും ഭയപ്പെടുന്ന മൈക്ക് ഓപ്പറേറ്റർമാരൊക്കെ ഉള്ളിടത്ത് ഇവിടെ ഇരുമ്പ് കസേരയിൽ ഇരുത്തിയത് മാത്രമല്ല, കസേര കിട്ടാൻ വേണ്ടി ആ സ്റ്റേജിൽ ആ മനുഷ്യന് കോട്ട് വിട്ടുകൊണ്ട് 10 മിനിറ്റിലധികം അവിടെ നിന്നു. സ്റ്റേജിൽ വേറെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കുകയാണ്. അപ്പൊ 10 മിനിറ്റ് പിണറായി വിജയനെ പോലെ ഒരാളെ സ്റ്റേജിൽ നിർത്താൻ കഴിയുക,
അതിനുശേഷം കൊണ്ട് ഒരു ഇരുമ്പ് കസേരയിൽ, ഒരു സാധാരണ ഇരുമ്പ് കസേരയിൽ ഇരുത്താനൊക്കെ സാധിക്കുന്നത് അമേരിക്കൻ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ. കാര്യം അദ്ദേഹത്തിന്റെ അടുത്തിരിക്കാൻ വേണ്ടി 80 ലക്ഷം കൊടുത്ത ചാർജൊക്കെ, അങ്ങനെയുള്ള ചാർജുകളൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അത് ആ കസേര അത് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈം സ്ക്വയറിലെ ഒരു പ്ലേസ് വാടകയ്ക്ക് എടുക്കുമ്പോൾ അവിടെ ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ഈ ഇതിപ്പോ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഈ പ്ലാസ്റ്റിക് ഒക്കെയാണ് ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇരുമ്പ് കസേരയാണ് അവിടെ പെയിന്റ് അടിച്ച് നമ്പർ ഇട്ടിട്ട് ഇത് കൊടുക്കുന്നത് ഓരോ കമ്പനികളാണ്. അത് കമ്പനികൾ വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ കുറെ കസേരയും വാടകയ്ക്ക് എടുത്ത് വെച്ചിരുന്നു. ആ വാടകയ്ക്ക് എടുത്തു അല്ല, പ്രത്യേകിച്ച് കാരണം ഇത് കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിരുന്നു ഈ പരിപാടി. ഈ കംപ്ലീറ്റ് എല്ലാ രീതിയിലും ഓർഗനൈസ് ചെയ്തതിന്റെ അകത്ത് പിന്നെ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിലെ ജിൻസും നമ്മളും എല്ലാം പോയിട്ടുണ്ട്. നമുക്കറിയാം അവിടുത്തെ ഒരു സിറ്റുവേഷൻ, ലോകത്തു നിന്നുള്ള മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ വരുന്നു, കാഴ്ചകൾ കൊണ്ട് നടക്കുന്നു. അവിടെ എല്ലാ ദിവസവും ആരുടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒരു ചെറിയ സ്റ്റേജിൽ ഉണ്ടാവും. ആ ഒരു കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ആൾക്കാര് അവിടെ ഉണ്ടാകും. അവിടെ മറ്റാരും ഇതൊന്നും കേൾക്കുന്നോ ശ്രദ്ധിക്കുന്നോ ഒന്നുമില്ല. അവിടെ വെച്ച് അങ്ങനെ ഒരു മലയാളത്തിൽ ഒരു പ്രോഗ്രാം നടത്തുന്നതിന്റെ തന്നെ ഒരു നിഷ്ഫലതയും അത് എത്രമാത്രം നോൺസെൻസ് ആണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ഇപ്പൊ നമ്മൾ മറ്റേ ഈ PR വർക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഇത്രയും നല്ല കോമഡി ഷോ വേറെ എവിടെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പം ഈ അടുത്ത നാളിൽ ഇദ്ദേഹത്തിന് ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ സാറിന്റെ മറ്റേ ഗോവിന്ദ മാഷ് അല്ലെ, അദ്ദേഹം പിന്നെ മറ്റേ ഒരു പെൻഷൻ കൊടുക്കുന്ന, പെൻഷൻ തുക ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ പിന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്നതും, പിന്നീട് ആ പൈസ തിരിച്ചു കൊടുക്കുന്നതും, പിന്നീട് ആ മനുഷ്യൻ തന്നെ പറയുന്നു എന്നോട് ഇത് തിരിച്ച് തരുമെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് എന്നുള്ള സംഭവം, ഇതൊക്കെ പുറത്തായത് ഇപ്പം നമ്മൾ കണ്ടു. ഈ കുറച്ചു നാള് മുമ്പ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി വീട്ടിൽ കയറി കഴിച്ച പാത്രം കഴുകി വെക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. അതിനോടൊക്കെ അനുബന്ധിച്ച് എന്തുമാത്രം പ്രോഗ്രാമുകള് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഇനി അതല്ലെങ്കിൽ കഴിഞ്ഞ കോവിഡ് കാലത്തെ നമ്മുടെ ശൈലജ ടീച്ചറിന്റെ ഡയലോഗുകള്, അതായത് അമേരിക്കയിൽ നിന്ന് നേഴ്സുമാര് ഡോക്ടറോ മറ്റോ ഒക്കെ ശൈലജ ടീച്ചറെ വിളിക്കുന്നു, ടീച്ചറെ നിങ്ങൾക്ക് അവിടെ ഗ്ലൗസ് ഒക്കെ ഉണ്ടോ, ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, കേരളത്തിൽ നിന്ന് കുറച്ച് അമേരിക്കയിലേക്ക് ഇത് അയച്ചു തരാമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉളുപ്പില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അല്ലെ. അല്ലെങ്കിൽ ഇതേപോലെ ഒരു സമാനമായിട്ടുള്ള പിണറായി വിജയന്റെ ഒരെണ്ണമുണ്ട്. അതായത് ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഒരു ഫാമിലി അവിടെ വരുമ്പോഴ് റോഡ്, ഇത് ഞങ്ങളുടെ ന്യൂയോർക്കിൽ പോലും ഇമ്മാതിരി റോഡില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ശൈലജ ടീച്ചർ തന്നെ എനിക്കൊന്ന് വേറൊന്നുണ്ട്, ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട്ടില് ചെല്ലുമ്പോഴ് ഞങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നവും ഇല്ല, കാരണം ഞങ്ങൾക്ക് ഒരു അച്ഛനുണ്ട് പിണറായി വിജയൻ എന്നൊരാൾ. അവിടുത്തെ അപ്പൊ ഇങ്ങനെ PR വർക്സ്, എല്ലാരും PR വർക്സ്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും, അത് ഇന്ത്യയിലല്ല ഇവിടെ അമേരിക്കയിലാണെങ്കിലും ഇവരെല്ലാം PR വർക്സ് ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും ചെയ്യും. പക്ഷെ ഈ PR വർക്സ് അവരുടെ ഒരു മുഖം കാണിക്കുകയാണ്. അത് മിക്കവാറും അവർ ചെയ്യുന്ന പിന്നെ ഡെവലപ്മെന്റ്സിനും ഒക്കെ ആയിട്ട്, ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ്സും അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള വിഷനും പോളിസികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയുള്ള PR വർക്സ് ആയിരിക്കും. പക്ഷെ ഇത്തരം ഈ നമ്മുടെ നാട്ടിലെ PR വർക്സ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവരുടെ PR വർക്സ് എന്ന് പറയുന്നത് ഇത്രയും ഒരു വലിയ കോമഡി ഷോ ആയി മാറിയിരിക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ ആ ഒരു പാട്ട് നമുക്ക് എൻജോയ് ചെയ്യാതെ വരുന്നു. പക്ഷെ ഈ PR വർക്കിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടികളില് അടിച്ചു മാറ്റുന്ന കോടികള്, അതിലെ അഴിമതി. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം ഇവര് നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി അവിടെ വരുമ്പോൾ, പമ്പയിൽ വരുമ്പോൾ, അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ ഒരു ദിവസം അവിടെ കട്ടിലില്ലാഞ്ഞിട്ടല്ല, ബെഡില്ലാഞ്ഞിട്ടല്ല, ബെഡ്ഷീറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പിന്നെ രാജാവ് എഴുന്നള്ളുമ്പം അദ്ദേഹത്തിന് ഇതെല്ലാം മാറ്റിയിടണമല്ലോ. 2 ലക്ഷം രൂപയുടെ കട്ടില് വാങ്ങുന്നു, ബെഡ് വാങ്ങുന്നു, ബെഡ്ഷീറ്റ് വാങ്ങുന്നു, തലയിണ വാങ്ങുന്നു, കാർപ്പറ്റ് പുതുതായിട്ട് വാങ്ങുന്നു. എന്നിട്ട് ഒരു രാത്രി ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയാണെന്ന് ഓർക്കണം ഇതെല്ലാം പുതുതായിട്ട് വാങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം പോയി കഴിയുമ്പോൾ ഇത് എവിടെ പോയി? ഈ സാധനം അവിടെ ഇല്ല. ഇപ്പം പിന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത് എവിടെ പോയി എന്ന് പോലും അറിയില്ല. പിറ്റേ ദിവസം ഇത് മുഴുവൻ ഡിസപ്പിയർ ആയി. ഇല്ലെങ്കിൽ അവിടെ നടക്കാത്ത ഒരു ഭജനോ പ്രാർത്ഥന, എന്തൊരു പ്രാർത്ഥന, ഒരു മ്യൂസിക് പ്രോഗ്രാമിനോ മറ്റോ നടക്കാത്ത പ്രോഗ്രാമിന് ലക്ഷങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ധൂർത്തും അഴിമതി, അതും അയ്യപ്പ സംഗമം നടത്തുന്നത് ആരാണ്? പുരോഗമന പാർട്ടി എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ. ഒരിക്കൽ ഗണപതി മിത്താണെന്ന് പറഞ്ഞു പോയ
ആ ഒരു നാവ് പിഴയ്ക്ക് അവർ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ഗണപതി പിന്നെ നമ്മുടെ സ്പീക്കറാണെന്ന് തോന്നുന്നു ഒരിക്കൽ ഗണപതി വിത്താണെന്ന് പറഞ്ഞു. അത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ, വിശ്വാസി സമൂഹത്തെ വളരെയധികം പ്രകോപിപ്പിച്ചപ്പോൾ അവരെ പിന്നെ അതിനു മുമ്പ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി 2 സ്ത്രീകളെ അവിടെ ഉന്തിക്കയറ്റിയ പാർട്ടിയാണ് ഇവര്. അതേ പാർട്ടി തന്നെയാണ് പുരോഗമനം, നവോത്ഥാനം എന്നൊക്കെയുള്ള വാക്കുകൾ വലിയ വായിൽ പറയുന്ന അതേ പാർട്ടി തന്നെയാണ് ഈ പിന്നെ അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് ഓർക്കണം. അതും നടത്തി. അയ്യപ്പ സംഗമം നടത്തുന്നത് ഒരിക്കലും ഒരു സർക്കാരിന്റെ പരിപാടിയല്ല. അത് നടത്താനായിട്ട് അങ്ങനെയുള്ള സംഘടനകൾ, വിശ്വാസി സംഘടനാ സമൂഹങ്ങൾ വേറെയുണ്ട്. ഇനി അതൊരു സർക്കാരിന്റെ ഭാഗമല്ല. ഇനി അതും നടത്തി. നടത്തിയതിലെ അഴിമതികളുടെ കഥകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ദിവസം മുഖ്യമന്ത്രിക്ക് ഒരു രാത്രി ഉറങ്ങാൻ പുതിയ കട്ടിലും പുതിയ ബെഡും പുതിയ ബെഡ്ഷീറ്റും വാങ്ങി പിറ്റേ ദിവസം അത് ഡിസപ്പിയർ ആകുന്ന കഥകളും ഒക്കെ കേൾക്കുമ്പോൾ ഈ PR വർക്ക്സ് എന്ന പേരിൽ നടക്കുന്ന ഈ കോമഡി ഷോ നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ അതിന്റെ പിന്നിൽ നടക്കുന്ന ഈ അഴിമതി, അതും കേരളം പോലെ ഇന്ന് ഇത്രയും കടക്കണിയിലായിരിക്കുന്ന ഒരു സംസ്ഥാനം, അതും വരുമാനത്തിന്റെ 80% പിന്നെ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ മാത്രം തികയുന്ന, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി എന്തെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കിഫ്ബിയിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരു സംസ്ഥാനം. ആ ഒരു സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങളാണ്, ആ ഒരു ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ഇതെന്ന് അറിയുമ്പോഴാണ് അതിന്റെ ഒരു അപകടവും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെയും നമ്മൾ മുന്നിൽ കാണും. ഇത് ഇപ്പോ ജെയിംസ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ അഴിമതി ഇത്രയും ക്രൂഷ്യലായിട്ട് നടക്കുന്ന ഒരു അഴിമതി ജനങ്ങൾ എല്ലാരും അറിയുന്നുണ്ട്. അപ്പൊ ഇതിനൊപ്പം തന്നെ ഈ പാളുന്ന PR വർക്ക് ഇത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഈ പിണറായി സർക്കാരിനെ കൊണ്ടുപോയി കുഴിയിൽ വീഴിക്കാനായിട്ട് ഒരു മനഃപൂർവ്വം ആരെങ്കിലും ഈ PR വർക്കുകളെല്ലാം ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നല് എവിടെന്നെങ്കിലും ഒക്കെ വരുന്നുണ്ടോ? അല്ല, നമുക്കറിയാമല്ലോ. ഇപ്പൊ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ്, നികേഷിനെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയാണ് PR ടീമിന്റെ ഹെഡാണ് നികേഷ്. അയാളുണ്ടാക്കിയിരിക്കുന്ന ഒരു ടീമാണ്. ഏത് നികേഷ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനാണോ CPM കാരനാണോ? അങ്ങനെ ഒരു സംശയമില്ലാതെ ഇപ്പൊ അതെ, അയാള് കൊടുക്കുന്നത് ഈ PR വർക്ക്സ് പലതും അവർക്കിട്ട് തന്നെ പണിയാകുന്നത്. അല്ല ജെയിംസ്, ഇതിനകത്ത് ഈ PR വർക്ക് എന്ന് പറഞ്ഞ PR ചെയ്യുന്ന കമ്പനികളും ഒത്തിരി PR കമ്പനികളുണ്ട്. ഇപ്പൊ MLA മാർക്ക് തൊട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വരെയും അതാത് ചെറിയ ഒരു PR കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എഡിറ്റേഴ്സ് വേണം, കോപ്പി എഡിറ്റിങ്ങിന് ആൾക്കാർ വേണം, ഐഡിയാസ് ചെയ്യുന്ന ആൾ, വലിയൊരു ടീമാണ്. സാധാരണ വലിയ PR കമ്പനി പറയുമ്പം നല്ല ഫോട്ടോഗ്രാഫേഴ്സ് വേണം, നല്ല വീഡിയോഗ്രാഫേഴ്സ് വേണം, നല്ല ആശയങ്ങളൊക്കെ ശരിക്കും വലിയ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ പ്രശാന്ത് കിഷോറിന്റെ കമ്പനി അത് ഇപ്പൊ ഇന്ത്യയില്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു PR കമ്പനി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത്? PR കമ്പനി എന്ന് പറയുന്നത് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഒരു സർക്കാരിനെ അല്ലെ ഒരു സംവിധാനത്തില് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ സർവേകൾ നടത്തിയിട്ട് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതെങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും, അതിന്റെ ഫണ്ടിങ് സോഴ്സ്, എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ CPA ചാർട്ടേഡ് അക്കൗണ്ടന്റ്, നല്ല ബ്രെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിരിക്കും വലിയ കമ്പനികൾ. അങ്ങനെയാണ് പ്രപ്പോസൽ വെക്കുന്നത്. പക്ഷേ എല്ലാ പരിപാടികളെയും അതിന്റെ ഒരു വികൃതമായിട്ടുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ ഈ പണ്ട് ശങ്കരാടിയുടെ സന്ദേശം എന്ന സിനിമയ്ക്കകത്ത് പറയണ പോലെ ഈ കട്ടൻ ചായയും മറ്റേ പരിപ്പുവടയും കഴിച്ചിരിക്കുന്ന കുറെ ആൾക്കാർ ആ ആശയത്തിൽ ഇതുപോലെ തന്നെ ജനങ്ങളെ പറ്റിക്കാം, എങ്ങനെയൊക്കെ പറ്റിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സിന്റെ മാത്രമാണ്. കാരണം ആ ഒരു രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതല്ല, ഇതിന് ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വയ്ക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര കട്ടെടുക്കാം, എത്ര അടിച്ചു മാറ്റാം എന്ന് ചിന്തിക്കുന്ന മാത്രമുള്ള ഒരു പിടി നേതാക്കന്മാരാണ് ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊക്കെ കുറച്ച് മര്യാദക്കാരായിട്ടുള്ള ഈ ആശയം, കാരണം ഈ ഇതിനോട് നിൽക്കുന്ന കുറച്ചൊക്കെ നേതാക്കന്മാരെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവർക്കാർക്കും ഈ ഭരണതലത്തിൽ, അതായത് ലോക്കൽ സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ ഒരു പദവിയിലും ഇന്ന് കേരളത്തിൽ നിങ്ങൾ അങ്ങോളം ഇങ്ങോളം എടുത്തോ, അതായത് കോടീശ്വരന്മാരല്ലാത്ത ഒരു സെക്രട്ടറിയെ കാണാൻ വളരെ അപൂർവമാണ്. എല്ലാവരും പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഭരണം കൊണ്ട് അങ്ങനെയാണ്. നമ്മൾ പറയാ, നമ്മളൊരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ എത്ര ഭാഗമാണ്, അതായത് ഈ 80-85% ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമായിട്ട് പോവുകയാണ്. ഇതിന്റെ മെജോറിറ്റി വരുന്നത് ഇതിന്റെ ഈ പറയണ പോലെ CPM അനുകൂല സംഘടനകളാണ് ഇരിക്കുന്നത്. അവർക്ക് അതിന്റെ അതുകൊണ്ടാണ് ഈ ആൾക്കാരെ ജോലിക്കെടുക്കുന്നതും ഈ അതിന് കിട്ടുന്ന ഒരു പോർഷൻ, അതായത് പാർട്ടിക്ക് കൊടുക്കുന്ന ലെവി. പാർട്ടി ഭയങ്കര റിച്ചാന്നുള്ളൂ. പക്ഷെ ജനം മടുത്തിട്ട് ഈ സാധനത്തെ കാരണം ഇനിയിപ്പോ ഇന്ത്യയിൽ അവസാനിപ്പിക്കുന്ന ഒരു സാധനം ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ നയിച്ചുകൊണ്ട് പോകേണ്ടത് പാവപ്പെട്ട മലയാളികളുടെ പണം കൊണ്ട് വേണം ഈ പാർട്ടീനെ
ഈ പാർട്ടി ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കാനായിട്ട്. കാരണം ആ പാർട്ടിയുടെ തലപ്പത്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, കേരളത്തിനെ മുച്ചൂടും മുടിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. കാരണം ആ ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു കൾട്ട് ഗ്രൂപ്പ് എന്ന് വേണേൽ നമുക്ക് ഈ പാർട്ടിനെ കുറിച്ച് പറയാം. ഒരു കൾട്ട് ഗ്രൂപ്പാണ്. ആ കൾട്ട് ഗ്രൂപ്പ് ഒരു കൾട്ട് ആശയമായിട്ട് ലോകത്ത് ഒരിടത്തും വിജയിക്കാത്ത ഒരാശയമാണ്. പക്ഷെ നമ്മൾ പറയാം, ഇപ്പൊ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ച് കുറെ മുദ്രാവാക്യമൊക്കെ കുളിച്ച് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് നമ്മുടെ ഒരു നല്ല പ്രായത്തിൽ നമ്മുടെ ബ്രെയിൻ അങ്ങനെ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏത് സമയത്തും നമുക്ക് ആ ആശയത്തോളം ഇപ്പൊ വിശ്വാസം, ജെയിംസിനൊക്കെ അറിയാലോ, നമ്മുടെ ഈ വിശ്വാസവും ഒക്കെ ഇങ്ങനെയാണല്ലോ നമ്മുടെ തലയ്ക്കകത്തേക്ക് കയറുന്നത്. അങ്ങനെ കയറുന്ന ഒരു പ്രസ്ഥാനം. അതായത് നമ്മൾ ഈ സ്റ്റേറ്റിന്റെ ഭരണം എല്ലാ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനം കിട്ടും, ആ ജനത്തിന് എന്തെല്ലാം നല്ല കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരു പരിപാടി ഈ സർക്കാരിന് ഉണ്ടായിട്ടില്ല. ഇവർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇവരെപ്പോഴും വളരെ ആവേശപൂർവ്വം പറഞ്ഞില്ല ഞങ്ങൾ പെൻഷൻ 1000 രൂപ കൂട്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിൽ ജീവിക്കണം, ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ, ഒരു സാധാരണ ഒരാൾക്ക് ജീവിക്കണ 25 തൊട്ട് 50,000 രൂപ വരെ ഇല്ലാതെ. കാരണം അതുപോലെ ഒരു വിലക്കയറ്റമാണ് അവിടെ ഉള്ളത്. അവിടെയാണ് ഇവർ 1000 രൂപ കൊടുത്തു. ഞങ്ങൾ 40 ലക്ഷം പേർക്ക് 60 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് വയോജന പെൻഷനും ആ പെൻഷനും ഈ പെൻഷനും കൊടുക്കുന്നുണ്ട്. ഈ 1000 രൂപ 500 കൊടുക്കുന്നതാണ്. അതിനെന്തിനൊരു സർക്കാരിന്റെ ആവശ്യമില്ലല്ലോ. അതിപ്പോ 500 രൂപ കൂട്ടി കൊടുക്കാനല്ലോ. പക്ഷെ ഇതിന്റെ മെജോറിറ്റി, ഇതിന്റെ മെയിൻ പോർഷൻ ഈ പാർട്ടിയുടെ പോക്കറ്റിലേക്കും ഇതിന്റെ നേതാക്കന്മാരിലേക്കുമാണ് പോകുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ നാട്ടിലെ ലോക്കൽ സെക്രട്ടറി, നിങ്ങളുടെ നാട്ടിലെ MLA, നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ, അത് ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് അവരൊക്കെ ഏത് ലെവലിലെത്തി? അവർ 5 വർഷം 10 വർഷം മുമ്പ് എവിടെയായിരുന്നു? ആ 10 വർഷത്തിൽ നിന്ന് സാമ്പത്തിക ലെവലിലാണോ അവരിപ്പോൾ ജീവിച്ചു പോകണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ പാർട്ടി ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ആ വികസന പാത ഒരു 20 വർഷത്തെ ഇവർ പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ ആദ്യം തന്നെ എടുക്കുക. പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പം മറ്റേ ഒരു 1.5-2 കോടി രൂപയ്ക്ക് 1.25 കോടി 1 കോടി 5 ലക്ഷം രൂപയ്ക്ക് മേടിച്ച ഒരു ബസ്സിനെ നമ്മൾ ലിഫ്റ്റൊക്കെ വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു യാത്ര നടത്തിയല്ലോ. 10-40-45 കോടി രൂപ അതിനുവേണ്ടി. ഈ എല്ലാ യാത്രകളും ഈ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ഇപ്പോഴും കുറെ യാത്രകൾ. ഈ യാത്രയൊക്കെ സർക്കാരിന്റെ പൈസ. ഈ സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞാൽ ആരുടെ പൈസയാണ്? ഈ സർക്കാരിന്റെ പൈസ പാവപ്പെട്ടവന്റെ പൈസയാണ്. ഇത് അതായത് നമ്മൾ പറയുന്ന പോലെ ഒരു ഉളുപ്പില്ലാതെ അത് അവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് പ്രയോജനം കിട്ടുന്നു. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ CPM-ന്റെ നേതാക്കന്മാർക്കും അതിന്റെ ആ സൊസൈറ്റിക്കകത്ത് ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രോജക്റ്റുകളും ഇപ്പം അയ്യപ്പനെ വിൽക്കേണ്ട കാര്യത്തിലാണല്ലോ, അയ്യപ്പനെ വിൽക്കാനുള്ള പണിയും ഇപ്പൊ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കും. അതിന്റെ കമ്മീഷൻ ഇവർ അടിച്ചു മാറ്റും. ഇവർ വളരെ സുഖിമാന്മാരായിട്ട് നമ്മുടെ കശുവണ്ടി പാലിൽ നെയ്യിലും വറുത്തെടുത്ത് അവര് ആ രീതിയിലുള്ള ജീവിത ശൈലികൾ കാരണം അവര് നടത്തുന്നു. അവർ അമേരിക്കയിൽ ചികിത്സിക്കാൻ പോകുന്നു, ലണ്ടനിൽ ചികിത്സിക്കാൻ പോകുന്നു. പാവപ്പെട്ടവന് വീണ്ടും കുമ്പിളിൽ തന്നെ കഞ്ഞി. ഇതില് ഇപ്പൊ ഈ ജെയിംസ് ഏട്ടൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ കോമഡി ഷോ ആണെന്ന് പറഞ്ഞപ്പോഴത്തേന് എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇത്രയും മന്ത്രിമാരുടെ പേരുകൾ പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ മന്ത്രി വീണയെ വിട്ടുകളഞ്ഞതിൽ എനിക്കൊരു വിഷമമുണ്ട്. നമ്മുടെ മന്ത്രി വീണ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതൊരു PR വർക്ക് തന്നെയാണ്. കൃത്യമായിട്ടും ഒരു കാര്യം പറഞ്ഞായിരുന്നു. തന്റെ മണ്ഡലത്തിലുള്ള ഏതോ ഒരാൾ പറഞ്ഞെന്ന് ഇങ്ങനെ ഏതോ ഒരു ഹോസ്പിറ്റൽ സന്ദർശിച്ചപ്പോഴത്തേനും ആ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങൾ കണ്ടപ്പോ തന്റെ ഭാര്യ വീണ്ടും ഒന്ന് പ്രസവിക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. ക്ഷമിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നുള്ള ഒരു ഇത് കണ്ടായിരുന്നു ഞാൻ. അതിനെ കുറിച്ചും കൂടെ ഒന്ന് നമ്മള് ആ മന്ത്രിയെ കുറിച്ച് നമുക്ക് പറയാതെ ഇരിക്കാൻ അദ്ദേഹം ഒരു പത്രപ്രവർത്തകയായിരുന്നു എന്നുള്ളത് ആണ്. കാരണം അദ്ദേഹം ജനങ്ങളോട് ഇടപെടുന്ന രീതിയും ആ ധാർഷ്ട്യവും അല്ലെ, ഒരു പത്രപ്രവർത്തകയ്ക്ക് സാധാരണ ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ജനങ്ങളുമായിട്ട് നല്ല ബന്ധപ്പെട്ട് നിൽക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും ആ സ്റ്റോറികളും അവരുടെ കഥകളും ഒക്കെ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മന്ത്രി, ഇത്രയും ധാർഷ്ട്യം പിടിച്ചൊരു മന്ത്രി ഇടതുപക്ഷ സഭയിൽ ഉണ്ടായിട്ടില്ല. അവർ ധാർഷ്ട്യം ഇപ്പൊ കോട്ടയത്ത് ആ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണപ്പോൾ തന്നെ അവരുടെ പത്രപ്രസ്ഥാനങ്ങളും ഒക്കെ കണ്ടില്ലേ. എല്ലാത്തിനും ഒരു സിസ്റ്റം ഫെയിലിയറിനെ കുറിച്ചാണ്. ഈ സിസ്റ്റം ഫെയിലിയർ ആക്കുന്ന ഈ മന്ത്രിമാരാണ്. കാരണം പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് ചില ഈ സോഷ്യൽ റിലീജിയസ് ആയിട്ടുള്ള അല്ലെ മറ്റ് ചില കാര്യങ്ങൾ കൊണ്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു വോട്ട് ബാങ്ക് അതാത് നാട്ടിലെ ജനങ്ങൾ അർഹിക്കുന്ന ഭരണകർത്താക്കളെ അവർക്ക് കിട്ടുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. കാരണം ജനങ്ങൾക്ക് ബോധം വെക്കാതെ, ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവരമുണ്ടാകാതെ, അവരുടെ വ്യക്തികളുടെ അധ്വാനവും അവരുടെ വികസനവും അവർക്ക് അത് ബോധ്യപ്പെടാതെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കീ വിളിച്ചുകൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള നേതാക്കളെ കിട്ടും.
അതുകൊണ്ട് ആരോഗ്യവകുപ്പിനെ കുറിച്ച് കൂടുതലൊന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരും ഒരു PR കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പല PR കമ്പനികളും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ പഞ്ചായത്ത് മെമ്പർക്ക് തൊട്ട് PR കമ്പനി വേണ്ടി ആവശ്യം വന്നുകൊണ്ട് അത്രയും കഴിവുള്ള ആൾക്കാരുടെ കമ്പനികൾ ഇല്ലാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട നല്ല പൈസ കൊടുക്കാൻ കഴിവുള്ളവർ നല്ല രീതിയിലുള്ള PR വർക്ക് നടത്തും. പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി മൂണിൽ പോയ കാര്യം അറിയാമല്ലോ, വളരെ പെട്ടെന്നല്ലേ ആ മൂണിലേക്ക് പോയ സ്പീഡിൽ തിരിച്ചു വന്നത്. കാരണം ഒരു കപ്പൊക്കെ കൊടുത്ത് കാരണം ഇത് ഞാൻ പറയും, ഈ കമ്പനി നടത്തുന്നതും PR നടത്തുന്നതും ഒക്കെ വളരെ നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത്. അതിന് നമുക്ക് കേരള ഗവൺമെന്റിന് തന്നെ ഒരു വകുപ്പ് തന്നെയുണ്ടല്ലോ, PRD ഒരു വകുപ്പ് തന്നെയുണ്ട്. അവർ തന്നെ ആ പബ്ലിസിറ്റി കൊടുക്കുകയും അതൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഭരണമില്ലാതെ PR വർക്ക് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയാതിരിക്കാൻ. അങ്ങനെയാണ് കേട്ടോ. അവർ അധികാരത്തിൽ വന്നതിന് വെറും 500 രൂപയുടെ ഒരു കിറ്റ് കൊടുത്തിട്ടാണ് അധികാരത്തിൽ വന്നത്. അതുണ്ടാക്കി ആ ഗോപികൃഷ്ണന്റെ ഒരു കാർട്ടൂണൊക്കെ ഉണ്ടാക്കി ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന പിണറായി വിജയനെ ഒരു 500 രൂപയുടെ ഒരു കിറ്റ് കൊടുത്തത് മതിയായി. ഇപ്പൊ നമുക്കറിയാം, കോവിഡ് കാലത്ത് ഇവിടെ അമേരിക്കയിലെ ആദ്യം ബൈഡന്റെ കാലത്ത് 2 തവണ ഇവിടെ ഇത് കിട്ടിയിരുന്നു. അതിനുശേഷം ട്രംപ് വന്നപ്പോഴും ട്രംപിന്റെ സമയത്ത് ആദ്യം ഒരു തവണ കിട്ടിയിരുന്നു. പക്ഷെ പിന്നീട് ബൈഡൻ വരുമ്പോഴും അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തതായി. അത് ചെയ്യാന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഏതൊരു ഭരണകൂടവും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക്. പക്ഷെ ഇതൊരു വെറും ഒരു 500 രൂപയുടെ കിറ്റ് കൊടുത്ത് അതിന്റെ ഒരു ഇമേജിലാണ് അധികാരത്തിൽ വന്നത്. അപ്പം PR വർക്സ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ PR വർക്സ് പലപ്പോഴും ആളുകളെ ജിൻസൺ പറഞ്ഞല്ലോ, സ്വാധീനിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളും പ്രശാന്ത് ഒക്കെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞല്ലോ. ഇവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് പാളിപ്പോകുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ വീട് കയറി സന്ദർശനം നടത്തി ആളുകളെ കൺവിൻസ് ചെയ്യിക്കാന്നുള്ള ഒരു പ്രോഗ്രാം അവരിപ്പം പ്ലാൻ ചെയ്ത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു MA BB ഒക്കെ പോയി പാത്രം കഴുകുകയൊക്കെ ചെയ്തത്. പക്ഷെ അതും പാളിപ്പോവുകയാണ് ചെയ്തത്. കാരണം ജനങ്ങളിൽ നിന്ന് വല്ലാത്ത റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു, പല അഴിമതികളുടെ കാര്യങ്ങളും ഇതുമൊക്കെ ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ട് അത് പാളിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ രീതിക്കൂടെയുള്ള PR വർക്സും പ്രോഗ്രാമുകളും ആണ് ഇവരും ചെയ്യാനും നടത്താനും ശ്രമിക്കുന്നത്. പക്ഷെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഉത്തരവില്ലാത്ത ഒരു സാഹചര്യം, മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, അത്രയേറെ അഴിമതിയും പിന്നെ സ്വജനപക്ഷപാതവും ബാക്കി ഈ എല്ലാ ഉടായ്പകളും ഓരോ ദിവസം വെച്ച് പുറത്തു വരുന്നിടത്ത് അവർക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറുപടി പറയാനോ പറ്റാത്തൊരു സാഹചര്യം ആയതാണ്. എന്തായാലും ഈ പാളുന്ന PR വർക്കും തള്ളുകളുടെ ഒരു എന്താ പറയുക തള്ളിച്ചയും കൊണ്ട് ഈ ഒരു പിന്നെ ഗവൺമെന്റ് എത്രത്തോളം മുന്നോട്ട് പോകും, ഇനി എത്ര മാസം അടുത്തൊരു ഗവൺമെന്റ് ഉണ്ടാകുമോ, ഇവർ തന്നെയാവണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. കാത്തിരുന്ന് നമുക്ക് കാണാം. ഈ നവകേരള സർവേ എന്ന് പറഞ്ഞൊരു ഒരെണ്ണം വന്നായിരുന്നു. അത് കോടതി തന്നെ ഇടപെട്ട് പൂട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതുപോലെ ഗോവിന്ദൻ മാഷിന്റെ പെൻഷൻ, മൊയ്തീന്റെ നാടകം, അതൊരു തള്ള്, ശൈലജ ടീച്ചറുടെ തൊഴിലുറപ്പ് തള്ള്, പിന്നെ പിണറായിയുടെ അച്ഛൻ തള്ള്, പിന്നെ ഐസക് സാറിന്റെ തമിഴ്നാട്ടിലേക്ക് ജോലിക്ക് ആളെ വിടുന്നത് തള്ള്, എല്ലാം ഈ തള്ളുകളൊക്കെ ജനങ്ങള് തള്ളിക്കളഞ്ഞെന്ന ഒരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഈ തള്ളുകളൊക്കെ ഉണ്ടെങ്കിലും അതേ നാണയത്തിൽ തന്നെ ആളുകൾ തിരിച്ചു തള്ളിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് നമുക്ക് കാണാം ഈ തള്ള് എവിടം വരെ പോകുമെന്ന്. അടുത്തൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. ഇത്രയുള്ള കാര്യം. വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.